ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ജപ്പാൻ ബ്രസീലിനെ അട്ടിമറിച്ചത്. ഡിഫൻസും ഗോൾ കീപ്പറും മോശം പ്രകടനം നടത്തുകയായിരുന്നു. അത് ബ്രസീലിന് തിരിച്ചടിയായി. ഒരു ഗോൾ വഴങ്ങിയതോടുകൂടി ബ്രസീൽ പതറിപ്പോവുകയായിരുന്നു. അതിൻ്റെ ഒരു അനന്തരഫലമായിക്കൊണ്ടാണ് 2 ഗോളുകൾ കൂടി അവിടെ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ ആലിസൺ ബക്കറിനെയാണ് ബ്രസീൽ മിസ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ബ്രസീലിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ബ്രസീലിന് വേണ്ടി 76 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഗോൾ കീപ്പറാണ് ആലിസൺ ബക്കർ. ഇതുവരെ ഒരൊറ്റ തവണ പോലും 3 ഗോളുകൾ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിട്ടില്ല. അത് എടുത്തു പറയേണ്ട ഒരു കണക്കാണ്. മറ്റുള്ള എല്ലാ ഗോൾ കീപ്പർമാരും ബ്രസീലിന് വേണ്ടി ഒരു മത്സരത്തിൽ 3 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ ആലിസൺ 76 മത്സരങ്ങൾ കളിച്ചിട്ടും ഒരൊറ്റ തവണ പോലും 3 ഗോളുകൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല 45 മത്സരങ്ങളിൽ അദ്ദേഹം ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള ബ്രസീലിയൻ ഗോൾ കീപ്പർ അത് ആലിസൺ ബക്കറാണ്. തീർച്ചയായും ബ്രസീൽ അദ്ദേഹത്തെ മിസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പരിക്ക് കാരണമാണ് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്ക് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ളത്. ഇനി എഡേഴ്സന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 29 മത്സരങ്ങളാണ് അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു തവണ 3 ഗോളുകൾ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട്. ഹ്യൂഗോ സൗസയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ മത്സരം കളിച്ചു, അതിൽ തന്നെ 3 ഗോളുകൾ വഴങ്ങി. ബെൻഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 5 മത്സരങ്ങൾ കളിച്ചു, അതിൽ 2 മത്സരങ്ങളിൽ അദ്ദേഹം 3 ഗോളുകൾ വഴങ്ങി എന്നുള്ളതാണ്. പക്ഷെ 76 മത്സരങ്ങൾ കളിച്ചിട്ടും ഒരൊറ്റ തവണ പോലും 3 ഗോളുകൾ ആലിസണ് വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മികച്ച ഗോൾ കീപ്പറാണ് ആലിസൺ. അദ്ദേഹം തന്നെയാണ് ബ്രസീലിന്റെ ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വരിക. പക്ഷെ അദ്ദേഹം ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് അല്ല. അക്കാര്യത്തിൽ മാത്രമാണ് ആരാധകർക്ക് ഒരു ചെറിയ എതിർപ്പുള്ളത്. അതുകൊണ്ടാണ് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായ ഹ്യൂഗോ സൗസയെ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് തുടക്കം തന്നെ പാളി എന്ന് തന്നെ പറയേണ്ടി വരും. 3 ഗോളുകളാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ പിഴവുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.